ശിവരാത്രി മണപ്പുറം കണ്ടു. അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ചു ദിവസമായിട്ട് പെയ്യുന്ന കഠിനമായ മഴ കാരണം ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാൻ വേണ്ടിയാന്ന് തോന്നുന്നു. അപ്പൊ മഴ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. അതിന്റെ ക്ലിപ്പ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇത്രയും അമ്പലം മുങ്ങിയിട്ടുണ്ടായില്ല. ഇവിടെ കുറച്ച് പച്ചപ്പും പുല്ലും ഹരിതാപകതയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് വേറെ വഴി പോയതാ. അപ്പൊ നോക്കിയപ്പോ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നു ഗൈസ്. നല്ലൊരു സെലിബ്രിറ്റി ആയി പോയിട്ട് എന്നെ വെച്ചു. അപ്പൊ ഇപ്പൊ നമ്മള് മാർത്താണ്ഡവർമ്മ പല വഴി പോയപ്പോ അമ്പലം മുങ്ങിയേക്കണ കണ്ടു. നമ്മള് നേരെ വണ്ടി തിരിച്ച് ഇങ്ങോട്ട് വന്നു. പണ്ടൊക്കെന്ന് വെച്ചാൽ ഞാൻ ഒരു തവണ ഇങ്ങനെ വെള്ളം പൊങ്ങിയ സമയത്ത് ഞങ്ങള് ഓഫീസിലാണ് കാക്ക ഉണ്ടായില്ല. ഞങ്ങള് 2-3 വരുന്ന സമയത്ത് നമ്മളാ എൻട്രി ഇല്ലേ അവിടെ ഒരു കയറ് വെച്ച് അടച്ചേക്കായിരുന്നു. ഇവിടെ ആരും കടത്തി വിടില്ലായിരുന്നു. കഴിഞ്ഞ തവണ ഇതേപോലെ മഴ പെയ്ത് വെള്ളം കയറിയപ്പോ അപ്പൊ അങ്ങനെയില്ല. നല്ല ആഴമുണ്ടല്ലേ. ഒന്ന് ചാടിയൊക്കെ ഉണ്ടോ? റെയിൽവേ പാലം അതെങ്ങോട്ട് പോണതാ? അങ്കമാലി, ആലുവ, അങ്കമാലി, തൃശ്ശൂർ, കോഴിക്കോടൊക്കെ പോണ പാലമാണത് അല്ലേ കാക്ക? എപ്പോഴും താക്കോല് നമുക്ക് വീടും തുറക്കാൻ പറ്റില്ല, വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മള് എപ്പോഴും ടിവിയിലൊക്കെ കാണാറുള്ള നമ്മുടെ ആലുവ ശിവരാത്രി മണപ്പുറം അല്ലേ. മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഒരുവിധം പൊങ്ങുമ്പോ നമ്മള് വാർത്തകളിലൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും കാണിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പൊ ഇതിങ്ങനെ നമ്മളെ പോലെ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര കൗതുകം. ഇപ്പൊ ഇവിടെ തന്നെ കുറെ ആൾക്കാര് വെള്ളം കാണാനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇങ്ങനെ വെള്ളം കേറണം എന്നൊക്കെ പറയുമ്പോ അതിങ്ങനെ വെള്ളം കേറി എന്ന് കണ്ട് നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷെ ഈ പുഴയുടെ അടുത്തൊക്കെ കിടക്കണ കുറെ പേരുണ്ടാവൂലേ, വെള്ളം ഇപ്പൊ കേറും പ്രതീക്ഷിച്ച് വിഷമിച്ച് നിൽക്കണ കുറെ പേരുണ്ടാവും. അതേസമയം ഇതേപോലെ വെള്ളം കാണാൻ വരുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതാണ് ഇന്നത്തെ നമ്മുടെ മോറൽ ഓഫ് ദി സ്റ്റോറി. ഓക്കെ, ട്രെയിനിന്റെ ഹോണടി കേട്ടുതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രെയിൻ പാലം. അതാണ് നമ്മുടെ ട്രെയിൻ പാലം. ഇപ്പൊ ട്രെയിനിൽ ഇരുന്നവരൊക്കെ നോക്കണ്ടാവൂലേ അമ്പലത്തിൽ വെള്ളം കേറി അമ്പലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിലിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മള് ഇതിലെങ്ങനെ അവിടെ അതിക്കൂടെ ഈ സ്റ്റെപ്പ് ഇതിക്കൂടെ ഇറങ്ങിയിട്ട് നമ്മള് അവിടെ മണപ്പുറത്തൊക്കെ പോകും. എന്നിട്ട് ഈ നിക്കണ ആലില്ലേ അവിടെ ഒരു തറയുണ്ട്. ആ തറയിൽ നമ്മളിരുന്ന് മണപ്പുറത്ത് പോണ സമയത്ത് ഞാനും ഉമ്മച്ചിയും ഒക്കെ പോകും. അപ്പൊ മാമ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാനും ഉമ്മച്ചിയും വാവിച്ചി ആദ്യം വരും. അപ്പൊ മാമ വരുമ്പോ മാമാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. മാമ അത് കാണുന്ന കമന്റ് ചെയ്യും. മാമാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ സമയത്ത് നമ്മള് ഈ ആളുടെ ചോട്ടിലിരുന്ന് കപ്പലുണ്ട്. പത്രത്തിൽ ഫോട്ടോ എടുക്കണ്ടേ? ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മള് വേറൊരു വഴിക്ക് പോയ വഴിക്ക് നമ്മൾ ഇത് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.